അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള 2 കാർഡ്ബോർഡ് പീസുകളാണ്. അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ എടുത്തത് 50 സെൻറ്റിമീറ്റർ ആണ്, വീതി എടുത്തത് 25 സെൻറ്റിമീറ്റർ. അപ്പോൾ 25 50. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതേപോലെ നമുക്ക് 2 കാർഡ്ബോർഡ് പീസിൻ്റെ ഉൾഭാഗവും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്ത 2 കാർഡ്ബോർഡ് പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഒരു കാർഡ്ബോർഡ് പീസ് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കോട്ടൺ നൂല് എടുത്തിട്ടുണ്ട്. വൈറ്റ് നൂലാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ എടുത്തതിന് ശേഷം ഈ കട്ട് ചെയ്ത ഭാഗത്ത്, നമ്മുടെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ 2 ഭാഗവും ഗമ്മ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം മുഴുവനായിട്ടും നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ കോട്ടൺ കയർ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ കോട്ടൺ നൂല് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നൂലെടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഇതിന് ഓപ്പോസിറ്റും നമ്മൾ കോട്ടൺ നൂലുകൾ ആ കട്ട് ചെയ്ത ഭാഗം മുഴുവനായിട്ടും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത ഭാഗത്ത് മുഴുവനായിട്ടും നമ്മൾ കോട്ടൺ നൂല് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2ാമത്തെ കാർഡ്ബോർഡ് പീസ് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗം അപ്ലൈ ചെയ്ത് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് കുറച്ച് റെക്സിൻ പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാർഡ്ബോർഡിൻ്റെ നമ്മൾ ആ കയർ ഒട്ടിച്ചതിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പിറകു ഭാഗത്തേക്കാണ് നമ്മൾ ആദ്യം ഒരു ഭാഗം ഒട്ടിച്ചെടുത്തതിന് ശേഷം മുൻഭാഗത്ത് നിന്ന് മടക്കി നമ്മൾ പിറകു ഭാഗത്തേക്ക് വീണ്ടും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗം അപ്ലൈ ചെയ്ത് നമ്മൾ എല്ലാ പീസുകളും ഇതേപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട്, ഒരു നൂൽക്ക് ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ഓരോ പീസുകളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെക്സിൻ പീസുകൾ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് മെടഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമ്മൾ റെക്സിൻ പീസുകൾ ഇതേപോലെ കോർത്ത് മെടഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പീസ് നമ്മൾ ഒട്ടിച്ച റെക്സിൻ പീസ് ഒരു പീസ് ഉൾഭാഗത്തും ഒരു പീസ് പുറംഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ മെടഞ്ഞെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇത് നമ്മൾ മെടഞ്ഞെടുക്കുന്നത് റെക്സിൻ തിരിച്ച് വെച്ചതിന് ശേഷമാണ്. നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ അല്ല, അതിൻ്റെ പുറംഭാഗം വരുന്ന രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഡിസൈനായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മളത് മെടഞ്ഞെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് മെടഞ്ഞെടുക്കാം. അപ്പോൾ ആ ഭാഗം ഫുള്ളായിട്ട് നമ്മൾ മെടഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ മെടഞ്ഞതിൻ്റെ ബാക്കി വരുന്ന ഭാഗം പിറകു ഭാഗത്തേക്ക് തന്നെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ഭാഗം നമ്മൾ നമ്മുടെ റെക്സിന് മെടഞ്ഞ്
അതിനുശേഷം അത് ഒട്ടിച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പം ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ബ്രഷ് കൊണ്ട് അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മരത്തിൻ്റെ പൊടി, നമ്മുടെ അറക്കപ്പൊടി നമ്മൾ വിതറിയെടുക്കുന്നുണ്ട്. അപ്പോൾ കാർഡ്ബോർഡിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അറക്കപ്പൊടി വിതറിയെടുത്തു. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ നമ്മൾ ഇതേപോലെ 3 കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ റീപ്പറിൻ്റെ ഒരു 4 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസുകൾ 2 പീസുകൾ തമ്മിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെക്സിക്ക് ഉപയോഗിച്ച് നമ്മളത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റീപ്പറുകൾ നമ്മളിതാ ഇതേ രീതിയിൽ ഒട്ടിച്ചെടുത്തു. നടുഭാഗത്ത് മുകൾ ഭാഗത്ത് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് നമ്മളത് ഒട്ടിച്ചെടുത്തത്. ഇനി നമുക്കിതാ ഈ കാർഡ്ബോർഡുകൾ 3 കാർഡ്ബോർഡ് പീസുകൾ നമുക്കിതാ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്ത് മറ്റൊന്നായിട്ട് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 3 കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ബലപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ ഈ 2 ഭാഗങ്ങളിലായിട്ട് 2 ഹോള് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ വുഡ്, അതായത് നമ്മുടെ ആ റീപ്പർ പീസ് പോകുന്ന രീതിയിലുള്ള കടന്നു നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഹോള് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഭാഗത്ത് നമ്മൾ കാർഡ്ബോർഡിന് ഹോളുകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 2 ഭാഗത്ത് ഈ റീപ്പറുകൾ വെച്ചിട്ട് ഗം അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് ഒട്ടിച്ചെടുക്കുക. ഇനിയാണ് നമ്മുടെ താരം, നമ്മുടെ അടക്കാത്തോട് വരുന്നത്. അടക്കാത്തോട് നമ്മൾ എടുത്തതിന് ശേഷം, അടക്ക പൊളിച്ചതിന് ശേഷം അതിൻ്റെ പുറന്തോട് നമ്മൾ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ നേരിയ തോല് ഒഴിവാക്കിയ ശേഷം നമ്മൾ ഇതേപോലെ ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതളുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം 5 ഇതളുകൾ വെച്ച് നമ്മൾ മരത്തിൻ്റെ പൊടി നടുഭാഗത്ത് കൊടുത്ത് നമ്മളത് ഫ്ലെക്സിക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഫ്ലവറുകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു 5-6 ഫ്ലവറുകൾ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 5 ഫ്ലവറുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത റീപ്പറൊക്കെ വെച്ച സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ കാർഡ്ബോർഡും നമ്മൾ മെടഞ്ഞ് ഒക്കെ റെഡിയാക്കിയെടുത്ത നമ്മുടെ കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ റീപ്പറിനുള്ളിലേക്ക് നമ്മുടെ കാർഡ്ബോർഡ് ഇതേപോലെ നമുക്ക് വെച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴ്ത്തി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അവിടെ ഫിറ്റായിട്ട് നിന്നോളൂ. ഇനി നമ്മൾ ഇതേപോലെ ഒരു മുളയുടെ കമ്പ് നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലവറും അതേപോലെ തന്നെ കുറച്ച് ലീഫുകളും, അടക്കാത്തോട് കൊണ്ട് തന്നെയാണ് നമ്മൾ ലീഫും ചെയ്തെടുക്കുന്നത്. അത് നമ്മളിതിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടക്കാത്തോട് കാർഡ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ്, വെറൈറ്റി ക്രാഫ്റ്റ് അടിപൊളിയല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പർ ക്രാഫ്റ്റാണ്.
എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ.